മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ. സൺ, മൂൺ, എർത്ത്. ഐഡൻറ്റിഫൈ ദ എക്ലിപ്സ് ഷോൺ ഇൻ ദ പിക്ചർ. അതായത് ചിത്രീകരണം നിരീക്ഷിച്ച് ഇത് ഏതു ഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ സൂര്യഗ്രഹണം. സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം. ബി ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ എക്ലിപ്സ് ഷോൺ ഇൻ ദ പിക്ചർ ഒക്കർ? ഡ്യൂറിങ് ഡേ ഓർ നൈറ്റ്? ചിത്രത്തിലെ ഗ്രഹണം നടക്കുന്നത് രാത്രിയോ പകലോ? ഉത്തരം ഡ്യൂറിങ് ഡേ, അതായത് പകല്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ എക്ലിപ്സ് വെൻ ദ പൊസിഷൻ ഓഫ് ദ മൂൺ ആൻഡ് ദ എർത്ത് ഇൻ്റർചേഞ്ചസ്. അതായത് ചന്ദ്രൻ്റെയും മൂണിൻ്റെയും എർത്തിൻ്റെയും ഭൂമിയുടെയും സ്ഥാനം മാറിക്കഴിഞ്ഞാൽ ഇത് ഏത് ഗ്രഹണമാണെന്ന്. പിക്ചറൈസ് ദ എക്ലിപ്സ്. ചിത്രം വരയ്ക്കുക. ഇത് ചന്ദ്രഗ്രഹണമായിരിക്കും. ആദ്യം സൂര്യൻ, പിന്നെ ഭൂമി. സൂര്യനാണ് ഏറ്റവും വലിപ്പം കൂടുതൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൂമി, പിന്നെ ചന്ദ്രൻ. അപ്പോൾ അത് ചന്ദ്രഗ്രഹണമായിരിക്കും. ചന്ദ്രഗ്രഹണത്തിന് സൂര്യനും ചന്ദ്രനും ഇടയ്ക്കായിരിക്കും ഭൂമി. ഇനി ഡി ക്വസ്റ്റ്യൻ, വാട്ട് പെക്യുലിയാരിറ്റി ഓഫ് ദ എർത്ത് ആൻഡ് ദ മൂൺ റിലേറ്റഡ് ടു ലൈറ്റ് കോസസ് എക്ലിപ്സ്. അതായത് പ്രകാശവുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും എന്തു പ്രത്യേകതയാണ് ഈ ഗ്രഹണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത്? ആൻസർ പ്രകാശം അതാര്യ വസ്തുക്കളിൽ പതിക്കുമ്പോൾ. അതാര്യ വസ്തു എന്നുള്ളതിന് ഒപ്പേക്ക്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ആൻ ഒപ്പേക്ക് ഓബ്ജക്റ്റ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാര്യ വസ്തുക്കൾ. പ്രകാശം അതാര്യ വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഒരു ഷാഡോ, നിഴൽ ഉണ്ടാകുന്നു. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ആൻ ഒപ്പേക്ക് ഓബ്ജക്റ്റ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ അതാര്യ വസ്തുക്കൾ. ലൈറ്റ് അതാര്യ വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഷാഡോ വിൽ ഫോം. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ ഉണ്ടാകുന്നു.